നമുക്കിത് നോക്കുമ്പോഴത്തേക്കും അവിടെ കിടന്ന ഒരു ചെറിയൊരു ട്രാവലറാണ് ആരോ ഡ്രൈവ് ചെയ്ത് കൊണ്ടുവന്ന് ഇടിച്ചതുപോലെയാണ് കാണുന്നത്. മൊത്തം 3 ബസ്സുകൾ പൂർണ്ണമായിട്ടും കത്തിപ്പോയിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ ഇടിച്ചെന്നും പറഞ്ഞ് കത്തൂല, കത്തിച്ചാലേ കത്തുള്ളൂ. പെട്രോൾ വണ്ടിയല്ലല്ലോ, ഡീസൽ വണ്ടിയല്ലേ. അപ്പോൾ ഇന്നലെ 2:45 കൂടിയാണ് ഈ പ്രദേശവാസികളും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും പറഞ്ഞാണ് സ്കൂളിൽ നമ്മുടെ HM ഉൾപ്പെടെ ഉള്ളവർ അറിഞ്ഞത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഫസ്റ്റത്തെ ഒരു ഇതിൽ കാണുമ്പോഴത്തേക്കും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സംശയിക്കാനായിട്ട് ഒന്നുമില്ല എന്നാണ് ടീച്ചർ. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും പറയുന്നില്ല. നാട്ടുകാരെ അറിയിച്ച ഉടനെ തന്നെ ഫയർഫോഴ്സും കഴക്കൂട്ടം പോലീസും എത്തിയിരുന്നു. തീ അണയ്ക്കാനുള്ള ഫയർഫോഴ്സിൽ നിന്ന് തന്നെ തീയെല്ലാം അണച്ചു, ബാക്കി കാര്യങ്ങൾ ചെയ്ത് ബാക്കി 2 ബസ് ഇവിടെ നിന്ന് മാറ്റിയിടുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ചെയ്ത പോലീസിൻ്റെ നല്ല രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ CCTV ഇല്ല. പുറത്ത് വീടുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. ഈ കുറ്റകൃത്യം ചെയ്തത് ആരായാലും ആ സാമൂഹ്യ വിരുദ്ധരെ ഈ ഇതിൽ കൊണ്ടുവരണം. തക്കതായ ശിക്ഷ അവർക്ക് കിട്ടുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സൗണ്ട് കേട്ടപ്പോൾ ഒഴിക്കുമ്പോഴത്തേക്ക് ഈ ട്രാവൽസിൻ്റെ ഫ്രണ്ട് കത്തുന്നുണ്ട്, മറ്റേ വണ്ടിയുടെ സൈഡും കത്തുവാണ്. ആ നിമിഷം കൊണ്ട് തന്നെ തീ ആളി പടർന്നു. അത് ഈ വണ്ടി ആ ട്രാവലർ ഇവിടെ ഒതുക്കിയിരുന്നു. ഇവിടെ കിടന്ന വണ്ടിയാണ് അവിടെ കൊണ്ട് ഇടിച്ച് നിർത്തേക്കാണ്. ഓടിച്ചു കൊണ്ട് ഇടിച്ചതാണ് എന്നപോലെയാണ് തോന്നുന്നത്, അല്ലാതെ അങ്ങനെ പോകത്തില്ലല്ലോ. ഈ ബസ്സാണ് ഞാൻ ഓടിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫയർഫോഴ്സ് എത്തിയായിരുന്നു. അവർ വെള്ളം അടിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ കത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവരുടെ പറഞ്ഞു, ഇതൊന്ന് അണച്ചു കഴിഞ്ഞ് വണ്ടി എടുക്കാൻ പറ്റുമോ, എടുത്ത് മാറ്റിയിടാമെന്ന് പറഞ്ഞു. ബാക്കിയൊക്കെ ഏകദേശം പൂർണ്ണമായി കത്തിക്കഴിഞ്ഞു, 3 വണ്ടി. അങ്ങനെ അവർ തന്നെയാണ് ഈ വെള്ളം ഒഴിച്ച് അണച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടാണ്. ട്രാവലർ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ആരോ ഓടിച്ചു പോയി ഇടിച്ചാണ് അത് കത്തണത്. വണ്ടി ഇപ്പോൾ ഇടിച്ചെന്നും പറഞ്ഞ് കത്തൂല, കത്തിച്ചാലേ കത്തുള്ളൂ. പെട്രോൾ വണ്ടിയല്ലല്ലോ, ഡീസൽ വണ്ടിയല്ലേ. അപ്പോൾ ഡീസൽ വണ്ടി ഇപ്പം ഇവിടെ ഒതുക്കിയിട്ടേക്കുന്ന ഒരു വണ്ടി എടുത്തുകൊണ്ട് പോയി അതിൽ തട്ടിയെന്നും പറഞ്ഞ് കത്തൂല. അല്ലെങ്കിൽ അത്രയും ഓടി ചൂടായി നിൽക്കണം വണ്ടി. എങ്കിൽ ചിലപ്പോൾ ഒരു സ്പാർക്കിങ് വന്നു കഴിഞ്ഞാൽ കത്തിയെന്ന് വരാം. അല്ലാതെ കത്താനുള്ള ചാൻസ് ഇല്ല, കത്തിച്ചതായിരിക്കാനാണ് നിഗമനം. അപ്പോൾ നമുക്കങ്ങനെയല്ലേ, ഒരാൾ ചെയ്തതായിട്ടില്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഈ ബസ് മാത്രമാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്, ബാക്കിയെല്ലാം അവിടെയാണ് ഇട്ടേക്കുന്നത്. അന്ന് ദിവസം ഞാൻ ഉച്ചയ്ക്ക് ലീവായിരുന്നു. വേറെ ഇവിടെ സ്ഥിരം വരുന്ന ആളാണ് എടുക്കുന്നത്. പുള്ളിയുടെ കുഞ്ഞിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് അവിടെ പാർക്ക് ചെയ്തത് ഈ വണ്ടി. അപ്പോൾ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു, അത്ര തന്നെ. അങ്ങനെയാണ് സംഭവിച്ചത്. ഇത് എടുത്തുകൊണ്ട് ഇടിച്ചിരിക്കണതാണ് കാണുന്നത് നമ്മൾ. CCTV ഇല്ലാത്ത മാനേജറിൻ്റെ ഭാഗത്തുള്ള ഒരു വീഴ്ചയാണത്.